ഹായ് അസ്സാം വലൈക്കും. ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടി നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് മൈദമാവ് വേണമെങ്കിലും എടുക്കാം. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗോതമ്പ് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഞാനിപ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടാണ് കുഴക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് കുഴക്കുന്നത് ആ രീതിയിൽ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ രൂപത്തിലാണ് കുഴക്കുന്നത് കേട്ടോ മാവ്. ഇപ്പോൾ ഞാനിതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായി നമുക്ക് എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് പരത്തിയെടുക്കാം. ഇപ്പോൾ മുട്ട 2 ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പരത്താൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പ്രസ്സിൽ വെച്ച് അമർത്തിയെടുത്താലും മതി. ഇനി നമുക്ക് ഞാനിതിങ്ങനെ ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുട്ട. അപ്പോൾ ഞാൻ കാണിച്ചില്ലേ, അപ്പോൾ ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കൂടി പോകണ്ട, 2 മുട്ടയല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞ മസാല ഇട്ടാൽ മതി. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല, നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചെറുതായിട്ട് ഇട്ടാൽ മതി, പെട്ടെന്ന് അല്ലെങ്കിൽ കൂടിപ്പോവും. നമ്മളിപ്പോൾ ചപ്പാത്തി കുഴക്കുമ്പോൾ അതിലും ഉപ്പിട്ടിട്ടാണല്ലോ കുഴച്ചിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിത് വാട്ടി ചൂടാക്കി എടുക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ എന്താ പറയുക, ചുട്ടെടുക്കുമ്പോൾ അത് കുക്കായിക്കോളും. എന്നിട്ട് ഈ ഫില്ലിങ് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വെറുതെ കൈ വെച്ച് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ചട്ടി ചൂടാവുമ്പോൾ അതിൽ വെറുതെ എണ്ണ തുണി വെച്ചൊന്ന് തുടച്ച് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ ചെറുതായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എണ്ണ ഉണ്ടെങ്കിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയാക്കിയിട്ടും ഇങ്ങനെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നില്ല, ഇതുപോലെ കുറഞ്ഞ എണ്ണ ഒഴിച്ചാലും മതി. ഒരുപാട് എണ്ണൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെ ചുട്ടെടുക്കാം. പെട്ടെന്ന് കുക്കായും കിട്ടും. കാരണം ഒരുപാട് നമ്മൾ പറ്റുന്നത്ര കനം കുറച്ചിട്ടാണല്ലോ ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ മുട്ടയാണെങ്കിലും അത് ഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വെറുതെ നമുക്ക് കൈ വെച്ചിട്ട് അങ്ങനെ പൊടിച്ചെടുത്താലും മതിയാവും. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഈ സൈഡ് ഇങ്ങനെ കുറച്ച് പൊന്തി നിൽക്കുമല്ലോ, അപ്പോൾ അത് പാനുമ്മ തട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചട്ടകം വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഭാഗം അങ്ങനെ വെന്ത് കിട്ടിക്കോളും. നല്ല ഹെൽത്തി എന്താ പറയുക റെസിപ്പിയാണിത്. ഗോതമ്പ് മാവും മുട്ടയും എല്ലാം നല്ലതാണല്ലോ. പിന്നെ എണ്ണ നമ്മുടെ ഇഷ്ടത്തിന് ഒഴിക്കാം. പിന്നെ ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി. പിന്നെ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോളേജിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഈസിയായ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ച് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ചൂട് ആറിപ്പോയാലും ഇത് കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെയും കഴിക്കാം. പിന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.
നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.